തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശം മുൻ മെമ്പറുടെ എന്ന പേരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമത്തിനെതിരെ പരാതി നൽകിയതും വാർത്ത തിരുത്തി ചാനൽ ചെയ്തതായും പെരുവന്താനം പഞ്ചായത്ത് മുൻ മെമ്പർ സാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതമ്പ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 200ഓളം ഗ്രൂപ്പ് അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ CPM അനുഭാവി എന്ന പേരിൽ ഗ്രൂപ്പിലിട്ട വോയിസ് സന്ദേശം ഗ്രൂപ്പിൽ നിന്നും എടുത്ത പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് മതമ്പ വെള്ളാനി ഡിവിഷൻ മുൻ CPM വാർഡ് മെമ്പർ സാലിക്കുട്ടിയുടെ സന്ദേശം എന്ന പേരിൽ ഒരു സാറ്റലൈറ്റ് മാധ്യമം വാർത്ത നൽകുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. 10 വർഷത്തോളം തുടർച്ചയായി പഞ്ചായത്ത് മെമ്പറായി മികച്ച രീതിയിൽ നാടിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയ തനിക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ ചാനൽ വാർത്ത നൽകിയത് യാഥാർത്ഥ്യമല്ലെന്നും തികച്ചും അടിസ്ഥാനരഹിതമായി വാർത്ത നൽകി തന്നെ അപമാനിച്ചതിലും വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിന് എതിരെയും പെരുവന്താനം പോലീസിൽ പരാതി നൽകി. വോയിസ് മെസ്സേജ് വാട്സാപ്പ് പോസ്റ്റ് ചെയ്ത ആൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും തന്റെ ഫോണിൽ നിന്നാണ് വോയിസ് സന്ദേശം ഗ്രൂപ്പിൽ ഇട്ടതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പെരുവന്താനം പോലീസ് പരാതി സ്വീകരിക്കുകയും തെറ്റായി വാർത്ത ചെയ്ത സാറ്റലൈറ്റ് ചാനലിന്റെ റിപ്പോർട്ടറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ചാനൽ റിപ്പോർട്ടർ തന്നെ വാർത്ത വ്യാജമാണെന്നും തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും കാണിച്ച് അതേ ചാനലിൽ വാർത്ത നൽകുകയും ചെയ്തതായി മുൻ പഞ്ചായത്ത് അംഗം സാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് അറിയുന്ന ദിവസം മതമ്പായിലെ ഒരു പൊതു വാട്സപ്പ് ഗ്രൂപ്പായ ആരോണ്ട് കട എന്ന ഗ്രൂപ്പിൽ പാർട്ടി അനുഭാവി എന്ന് അവകാശപ്പെടുന്ന ഏതോ ഒരാൾ ഒരു വോയിസ് ക്ലിപ്പ് ഇടുകയുണ്ടായി. അത് വെച്ച് മനഃപൂർവ്വം ഏതോ തൽപര കക്ഷികൾ 10 വർഷം തുടർച്ചയായി വാർഡ് മെമ്പർ ആയിരുന്ന എന്നെ ജനൻ TV കൂടി ആ ക്ലിപ്പ് ഉപയോഗിച്ച് ഞാനാണ് സംസാരിക്കുന്നത് എന്ന തരത്തിൽ വാർത്ത കൊടുത്തു. അപ്പോൾ തന്നെ ഞാൻ നിയമപരമായി പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഇന്നലെ ജനൻ TV റിപ്പോർട്ടറെ വിളിച്ചു വരുത്തുകയും ഉണ്ടായി. തുടർന്ന് അവർക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാവുകയും മാപ്പ് പറഞ്ഞ് വാർത്ത തിരുത്തി കൊടുക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ ജയപരാജയം ഉണ്ടാകാമെന്നും എന്നാൽ ഒരു സ്ത്രീക്കുമെതിരെ വ്യാജ പ്രചരണം നടത്തി അപമാനം ഉണ്ടാകുന്നത് നീതിയല്ലെന്നും തന്നെ അറിയാവുന്നവർക്ക് ഇത് കള്ളപ്രചരണമാണെന്ന് തിരിച്ചറിയാമെന്നും എന്നാൽ ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങളെ രാഷ്ട്രീയക്കാരും ജനങ്ങളും തിരിച്ചറിയണമെന്നും മുൻ പഞ്ചായത്ത് അംഗം സാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു ഈ ആരോണിൻ്റെ മതമ്പാര കട എന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരാൾ പാർട്ടി അനുഭാവി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു മാനസിക വിഭ്രാന്തി എന്തോ ആയിക്കോട്ടെ, എന്തായാലും അങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഇടുകയും പക്ഷെ അത് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ല, ജനൻ ടി വി അത് നന്നായിട്ട് തന്നെ രാഷ്ട്രീയപരമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ വോയിസ് ക്ലിപ്പ് 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഈ സാലിക്കുട്ടി ജോസഫിനെ അപകീർത്തിപ്പെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു. അത് വളരെയേറെ ഖേദകരമായൊരു കാര്യമാണ് ആ ജനം ചാനൽ ചെയ്തത്. പക്ഷേ ആ റിപ്പോർട്ട് ജനൻ TV-ക്കകത്ത് വരികയും അത് റിപ്പോർട്ട് വിടുകയും ചെയ്യാനുണ്ടായ സാഹചര്യത്തിൽ പ്രമുഖ ചാനലുകളായ മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചാനലുകൾ എന്നെ വിളിക്കുകയും അതുപോലെ തന്നെ ഈ സാലിക്കുട്ടി മെമ്പറെ വിളിക്കുകയൊക്കെ ഉണ്ടായി. അത് വിളിക്കാനുള്ള സാഹചര്യം സൂഫിയ എന്നൊരാളേൽ അവിടെ ആന ചവിട്ടി കൊന്ന് മരിക്കേണ്ട സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മാധ്യമങ്ങൾക്ക് ഒരു ബന്ധമുള്ളതിൻ്റെ പേരിലാണ് അവരങ്ങനെ വിളിച്ചന്വേഷിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൃത്യമായിട്ടും ആ കാര്യങ്ങൾ മനസ്സിലായി ഇത് ആ വാർഡ് മെമ്പർ അല്ല ചെയ്തേക്കുന്നത്, ഇത് വേറെ ഏതോ തൽപര കക്ഷികൾ മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തൊരു വാർത്തയായിട്ടാണ് അവർ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരാരും ആ ഒരു വാർത്ത ഏർപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ സംപ്രേഷണം ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.